കാരണം ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഈ ഫീൽഡിലില്ല. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത് ഇന്ന് ഞങ്ങൾ ചെയ്ത ഒരു മെഡിക്കൽ കോഡറിൻ്റെ റെസ്യൂം നമുക്കൊന്ന് പരിചയപ്പെടാം. യാതൊരു എക്സ്പീരിയൻസും ഇല്ല മെഡിക്കൽ കോഡിങ്ങിൽ, പക്ഷേ ആ റെസ്യൂം എങ്ങനെയാണ് ആ ഒരു ജോബ് പോസ്റ്റിലേക്ക് ഫിറ്റാക്കി എടുത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ചെയ്ത ഫോർമാറ്റ്. ഇതിൽ ആദ്യം തന്നെ കൊടുത്തത് പേരാണ്. പേരിനടിയിൽ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് പോസ്റ്റ് സർട്ടിഫൈഡ് മെഡിക്കൽ കോഡർ എന്നുള്ള ആ ഒരു ജോബ് ടൈറ്റിൽ കൊടുത്തു. പിന്നെ അതിനടിയിൽ മെമ്പർ ID കൊടുത്തു, അതും മെൻഷൻ ചെയ്തു നന്നായിട്ട് ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ. അടിയിൽ സാധാരണ കൊടുക്കുന്ന പോലെ കോൺടാക്ട് നമ്പർ, മെയിൽ ID, അതുപോലെ ലൊക്കേഷൻ, പിന്നെ ലിങ്ക്ഡിൻ്റെ ലിങ്ക് കൊടുത്തു. അതിനുശേഷം സമ്മറിയിൽ, കാരണം ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഈ ഫീൽഡിലില്ല, അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത് അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അവരുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ കൊടുത്തു, കുറച്ച് കീവേഡ്സ് കൂടി ആഡ് ചെയ്തിട്ട് ഞങ്ങൾ സമ്മറി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുത്തു. അതിലാണ് മെഡിക്കൽ കോഡിങ് നമ്മൾ മെൻഷൻ ചെയ്തത്. പിന്നെ സാധാ ഒരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നു, അതും നമ്മൾ കൊടുത്തു. അതിനുശേഷം റൈറ്റ് സൈഡിൽ എഡ്യൂക്കേഷൻ, ഡിഗ്രിയാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അത് മെൻഷൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ATSൻ്റെ സ്കോർ കൂടാൻ വേണ്ടിയിട്ട് ഉള്ള കീ സ്കിൽസ് എല്ലാം ആഡ് ചെയ്തു. പിന്നെ വരുന്നത് അഡീഷണൽ ഇൻഫോ ആണ്. അതിലാകെ ബേസിക് ആയിട്ടുള്ള നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അത് മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ. പിന്നെ ലാംഗ്വേജസ് നോൺ അത് മെൻഷൻ ചെയ്തു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ അവരുടെ എക്സ്പീരിയൻസ് വരുന്നത് റിലേഷൻഷിപ്പ് മാനേജറിലാണ്. അപ്പോൾ അതിൻ്റെ കീവേഡ്സുകൾ വളരെ കുറച്ച് ആയിട്ട് കൊടുത്തുള്ളൂ. പിന്നെ അതിനുശേഷം ഇവരുടെ ആ ഒരു ഫീൽഡിലേക്കുള്ള കീവേഡ്സ് കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തത് പേഴ്സണൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഹെഡ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ മെഡിക്കൽ കോഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതിൽ ആഡ് ചെയ്തു. പിന്നെ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ് കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ അടിയിൽ വരുന്ന എല്ലാ സർട്ടിഫിക്കേഷൻസും അത് ആഡ് ചെയ്തു. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുത്തു. ഇതാണ് ഈ ഒരു ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെയിൽ ID കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും.